ഈ ബുദ്ധി നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാമായിരുന്നു. അങ്ങനെ ചുവപ്പ് നാടയുടെ രക്തസാക്ഷിയായി എല്ലാ അർത്ഥത്തിലും മാറുകയാണ് എയ്ഡഡ് സ്കൂൾ അധ്യാപികയായ കട്ടിപ്പാറ വളവനാനിക്കൽ അലീന ബെന്നി. കരുക്ക് കഴിഞ്ഞ് നിയമ ഉത്തരവ് എത്തിയപ്പോൾ അലീന ബെന്നി ഓർമ്മയായി. നിരാശയിൽ അവർ ആത്മഹത്യ ചെയ്തിട്ട് മാസം 1 ഇക്കഴിഞ്ഞ ഫെബ്രുവരി 19 അലീന ബെന്നിയെ കട്ടിപ്പാറയിലെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശമ്പളവും നിയമനാംഗീകാരവും ഇല്ലാതെ വർഷങ്ങളായി ജോലി ചെയ്യേണ്ടി വന്നതിലെ മനോവിഷമമാണ് മകളെ ആത്മഹത്യയിലേക്ക് അവരെ നയിച്ചത്. ഇപ്പോൾ നിയമനാംഗീകാരത്തിന്റെ ഉത്തരവെത്തുകയാണ്. നിയമനാംഗീകാരവും ശമ്പളവും ലഭിക്കാതെ 5 വർഷത്തോളമാണ് അലീന ബെന്നി എയ്ഡഡ് സ്കൂളിൽ ജോലി ചെയ്തത്. മരിച്ച് 1 മാസം തികയും മുൻപാണ് നിയമനത്തിന് അംഗീകാരമായത്. മാർച്ച് 15 അലീന ബെന്നിയെ LP സ്കൂൾ അധ്യാപികയായി നിയമിച്ചുകൊണ്ടുള്ള നടപടിക്ക് താമരശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് അംഗീകാരം നൽകിയത്. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കപ്പെടാത്തതിനാൽ ശമ്പള സ്കെയിൽ പ്രകാരമുള്ള നിയമനത്തിന് പകരം പ്രതിദിനം 955 രൂപ നിരക്കിൽ ദിവസം വേതന വ്യവസ്ഥയിലുള്ള നിയമനമാണ് അംഗീകരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ഉത്തരവ് പുറത്തായത്. അങ്ങനെ അലീന ബെന്നി ചുവപ്പ് നാടയുടെ രക്തസാക്ഷിയായി മാറുകയാണ്. അപ്പോഴും നീതി നിഷേധവുമുണ്ട്. അർഹതയുള്ള മുഴുവൻ കാര്യങ്ങളും സർക്കാർ അംഗീകരിക്കുന്നില്ല. താമരശ്ശേരി AEO നിയമ നടപടി അംഗീകരിച്ച് സമന്വയ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയതോടെയാണ് നിയമനാംഗീകാര ഉത്തരവ് മാനേജ്മെന്റായ താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിക്ക് ലഭിച്ചത്. കോടഞ്ചേരി സെന്റ് ജോസഫ് LP സ്കൂളിലേക്ക് മാറ്റി നിയമിച്ച 2024 ജൂൺ 5 മുതൽ മരണം നടന്ന 2025 ഫെബ്രുവരി 19 വരെയുള്ള വേതന അനുബന്ധ ആനുകൂല്യങ്ങൾക്ക് മാത്രമാണ് അലീനയുടെ കുടുംബത്തിന് ഇനി ലഭ്യമാവുക.